ഇന്ത്യ ഇംഗ്ലണ്ട് ഓവൽ ടെസ്റ്റിന്റെ അവസാന ദിനം പതിവിനും 2 മണിക്കൂർ നേരത്തെ മുഹമ്മദ് സിറാജ് ഉണർന്നെണീറ്റു. മോട്ടിവേഷൻ വാൾപേപ്പർ ഇന്റർനെറ്റിൽ തിരഞ്ഞു. ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിത്രം, അതിനൊപ്പം ബിലീവ് എന്നൊരു അടിക്കുറിപ്പും. ക്രിസ്ത്യാനോയെ അളവറ്റ് സ്നേഹിക്കുന്ന, എല്ലായ്പ്പോഴും അദ്ദേഹത്തെ അനുകരിക്കുന്ന മുഹമ്മദ് സിറാജിന് ഇതിനേക്കാൾ വലിയ മോട്ടിവേഷൻ എവിടെ കിട്ടും? അദ്ദേഹം മൊബൈലിൻ്റെ വാൾപേപ്പർ മാറ്റി. അതിനുമപ്പുറം അദ്ദേഹത്തിന് പലതും ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വഴങ്ങിയ റൺസിനും നഷ്ടപ്പെടുത്തിയ ക്യാച്ചിനും മുഹമ്മദ് സിറാജിനും മുഹമ്മദ് ഷമിക്കും പഴിയേറെ ലഭിക്കും. ഇന്ത്യയിൽ നിന്നുള്ള ICC തലവൻ പോലും അഭിനന്ദനങ്ങളിൽ അവരെ മറക്കും. അത്തരത്തിലൊരുപാട് ഭൂതകാലം വേട്ടയാടുന്ന മിയാൻ അന്ന് ഓവലിലേക്ക് ഇറങ്ങിയത് ആത്മവിശ്വാസമെന്ന ഏക ക്യാപിറ്റലും വെച്ചാണ്. ഓവലിൽ വിജയത്തിനും പരമ്പരയ്ക്കും ഇംഗ്ലണ്ടിന് വേണ്ടിയിരുന്നത് കേവലം 35 റൺസായിരുന്നു. ഇന്ത്യക്ക് വിജയത്തിനും പരമ്പര ഒപ്പമാക്കാനും വേണ്ടത് 4 വിക്കറ്റും. ആ 4-ൽ 3 വിക്കറ്റും വീഴ്ത്തി സിറാജ് അവിശ്വസനീയമെന്ന് തോന്നിയത് സാധ്യമാക്കി. നോൺ സ്ട്രൈക്ക് എൻഡിൽ ഒറ്റക്കൈയുമായി നിന്ന വോക്സിനൊപ്പം വിജയത്തിലേക്ക് എത്തിക്കാമെന്ന ഗസ് അറ്റ്കിൻസണിന്റെ ഓഫ് സ്റ്റംപ് പിഴുതു. ഓടുന്ന ഓട്ടത്തിൽ തന്നെ കൈ നെഞ്ചിൽ തൊട്ടു സിറാജ്. പിന്നെ വിരലുകൾ ഭൂമിയിലേക്ക് താഴ്ത്തി. ആവർത്തിച്ചു അത്. വിശ്വസിക്കൂ, ഞാൻ ഇവിടെയുണ്ട്. ഒരു കൈ ആകാശത്തേക്ക് ചൂണ്ടി വായുവിൽ വട്ടം കറക്കി. ഉയർന്നു ചാടി. യോദ്ധാവിനെ പോലെ ലാൻഡ് ചെയ്തു. വർഷം 2012. വിഖ്യാതമായ ക്യാമ്പ് നൗ സ്റ്റേഡിയം. ബാഴ്സലോണ റയൽ മാഡ്രിഡ് എൽ ക്ലാസിക്കോ പോരാട്ടം. അതിന് 1 വർഷം മുമ്പാണ് കറ്റാലന്മാർ റയലിനെ 5 ഗോളിന് കൂട്ടക്കുരുതി ചെയ്തത്. മറുപടിക്കായി കനം വെച്ച കാലുമായി നടന്ന റയലിനെ ക്യാമ്പ് നൗവിൽ കാത്തിരുന്നത് 1 ലക്ഷം പേരായിരുന്നു. ആർപ്പുവിളികൾക്കും കൂക്കുവിളികൾക്കും ഒടുവിൽ 16-ാം മിനിറ്റിൽ തന്നെ സാമി ഖദീരയിലൂടെ റയൽ മാഡ്രിഡ് മുന്നിലെത്തി. 70-ാം മിനിറ്റിൽ അലക്സിസ് സാഞ്ചസിലൂടെ ബാഴ്സ തിരിച്ചടിച്ചു. 3 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. ക്രിസ്ത്യാനോ റൊണാൾഡോ അസാധ്യ ആംഗിളിൽ നിന്ന് നേടിയൊരു ഗോളിൽ കറ്റാലന്മാർ ഞെട്ടിത്തരിച്ചു. 1 ലക്ഷം പേരോട് ഞാനിവിടെയുണ്ട് അടങ്ങെന്നയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. എതിരാളികളുടെ തട്ടകത്തിൽ ഇതിലും വലിയ മാസ് മറുപടി നൽകാനുണ്ടോ? വിജയാഘോഷങ്ങളിൽ മാത്രമല്ല അവരുടെ സാമ്യം, കളത്തിനും പുറത്തും അവർ പുറത്തെടുക്കുന്ന പോരാട്ട വീര്യമുണ്ട്. ഏത് വീഴ്ചയിലും തളരാതെ എതിരാളികളുടെ മടയിൽ വെച്ചിട്ടാണെങ്കിലും കണക്ക് തീർക്കാമെന്നൊരു പ്രചോദനമാണത്. കഴിക്കാനൊന്നുമില്ലാതെ വിശന്നു വലഞ്ഞ് ഒരു സ്ത്രീ നൽകിയ ബർഗർ കഴിച്ച് നടന്നവന്റെ പേരിലാണ് ഇന്ന് ആ നാട്ടിലെ വിമാനത്താവളമുള്ളത്. മെദീരയിലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്റർനാഷണൽ എയർപോർട്ട്. ഹൈദരാബാദിന്റെ തെരുവിൽ ഓട്ടോ ഓടിച്ച് നടന്ന മുഹമ്മദ് ഗൗസിന്റെ മകനാണ് ഇന്ന് ഇന്ത്യയെ പ്രചോദിപ്പിക്കുന്നത്, മുഹമ്മദ് സിറാജ്. റൊണാൾഡോയെ അവസാന വിസിൽ വരെയും സിറാജിനെ അവസാന പന്ത് വരെയും എഴുതി തള്ളരുത്. ടീമിന് വേണ്ടി തല്ലാൻ പറഞ്ഞാൽ കൊല്ലാമെന്ന മെന്റാലിറ്റിയിലാണ് ക്രിസ്ത്യാനോയും സിറാജും കളത്തിലിറങ്ങുക. അവർക്ക് അസാധ്യമായത് ഒന്നുമില്ല. കടലിൽ ചാടിക്കടന്നവരെ വെറുതെ കൈത്തോട് കാണിച്ച് പേടിപ്പിക്കല്ലേ.